ഷൈനിയുടെ കേസിൽ നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള എന്ത് സഹായമാണ് ഉണ്ടാകുന്നത്? ഷൈനിയുടെ ആത്മാവിന് നീതി കിട്ടാനായിട്ട് എന്ത് നടപടിയാണ് നിങ്ങളുടെ? അതാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചു വന്നത്, പക്ഷെ അതൊന്നും ഇതിനകത്ത് കണ്ടില്ല. അതിനുള്ള നടപടിയെ കുറിച്ച് ഞങ്ങൾ അറിഞ്ഞില്ല. അതിനെപ്പറ്റി ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു, നിങ്ങളൊരു പ്രമേയം കൊണ്ടുവരണം. ആ പ്രമേയം ഇവിടെ അവതരിപ്പിച്ച് KCRM ആ പ്രമേയം അധികൃതർക്ക് അയക്കുക, അതായിരുന്നു ലക്ഷ്യം. പ്രമേയം എഴുതിക്കൊണ്ടുവരാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് കൊണ്ടുവന്നോ ഇല്ലെന്ന് എനിക്കറിഞ്ഞു. കുര്യൻ അങ്ങനെയാണ് ഞാൻ പറഞ്ഞേക്കുന്നത്. അദ്ദേഹവുമായി ബന്ധപ്പെട്ട ഇതൊക്കെ പറഞ്ഞിട്ടുള്ളത്. ഞങ്ങള് ഇത് ഒന്ന് ഷൈനിയുടെ ആത്മഹത്യ അത് ചർച്ച ചെയ്യുക, അത് ചർച്ച ചെയ്തിട്ട് അതിൻ്റെ ഞങ്ങളുടെ ഒരു നിഗമനം അധികൃതരെ അറിയിക്കുക. രണ്ട്, സമൂഹത്തിലെ ആത്മഹത്യ അതെന്തുകൊണ്ടുണ്ടാകുന്നു അതിനെക്കുറിച്ചൊരു ചർച്ച. ഇങ്ങനെ രണ്ട് ഘട്ടമായിട്ടാണ് ഞങ്ങളുടെ ഈ യോഗം. പക്ഷേ ഈ ചർച്ച കൊണ്ട് നമുക്ക് ഒന്നും നേട്ടം ഉണ്ടാവില്ല. കാരണം ശരിയായിട്ടും ഇതിനകത്ത് ഒരു ആക്ഷൻ കൗൺസിൽ ഉണ്ടാക്കുകയോ ഇതിനകത്ത് ഈ പ്രതി നിസ്സാരമായിട്ട് ഈ ഗാർഹിക പീഡനത്തിനുള്ള ശിക്ഷ പോലും കൊടുക്കാതെ അയാൾ ജാമ്യത്തിൽ ഇറങ്ങി പുറത്തേക്ക് വന്നു. KCRMന് അങ്ങനെ ഒരു കാര്യം തീരുമാനിച്ചിട്ടില്ല. ഇതിനെക്കുറിച്ചൊരു ബോധവൽക്കരണം നടത്തുക, അതാണ് പ്രധാനമായിട്ടും ഞങ്ങൾ തീരുമാനിച്ചത്. ഇനി ജനങ്ങളിലേക്കല്ലേ എത്തേണ്ടത്? ഞങ്ങൾ തമ്മിൽ അറിയണമല്ലോ. ഇപ്പൊ തന്നെ ആ ജോണി സാറ് സംസാരിച്ചില്ലേ, അദ്ദേഹം ആത്മഹത്യയുടെ ഒത്തിരി കാരണങ്ങൾ പറഞ്ഞു. എനിക്കതൊന്നും അറിഞ്ഞുകൂടായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള ഷെയറിങ് അതാണ് പ്രധാനമായിട്ട്. ഇതിനെക്കുറിച്ചുള്ള അറിവുകൾ അങ്ങോട്ട് ഷെയർ ചെയ്യുക, അതേ ഉള്ളൂ. പിന്നെ ഇത് കഴിയുന്നതും ഞങ്ങളുടെ തീരുമാനം അധികൃതരിൽ എത്തിക്കുക, അങ്ങനെയും കൂടി ഉണ്ട്. അതിന് ഞങ്ങൾ കമ്മിറ്റി കൂടി ചർച്ച ചെയ്ത് അക്കാര്യങ്ങൾ തീരുമാനിക്കും. ഇത് നിങ്ങളുടെ ആളുടെ സംഘടനയുടെ ഭാഗത്തുനിന്ന് അപ്പം മുഖ്യമന്ത്രിക്കും അല്ലെങ്കിൽ അതുപോലെ IG അതുപോലുള്ള ആൾക്കാരിലേക്ക് ഈ കേസിന്റെ അന്വേഷണം തൃപ്തികരമല്ല എന്ന് നിങ്ങൾ അറിയിക്കുമോ? അതിന് ഞങ്ങൾ കമ്മിറ്റി കൂടി ആലോചിച്ച് തീരുമാനം എടുത്തിട്ട് മിക്കവാറും ആ നടപടി ഉണ്ടാവും. കമ്മിറ്റി ഉണ്ടാവും. കമ്മിറ്റിയിലാണ് ഇതിനൊക്കെ ഒത്തിരി കാലതാമസം വന്നാൽ ഈ പ്രതികളൊക്കെ നിസ്സാരമായിട്ട് രക്ഷപ്പെട്ട് ചിലപ്പം വെളിയിലോട്ട് തന്നെ അങ്ങ് പോവില്ലേ? അതാണ് ഞങ്ങള് ഒരു പരിധി വിട്ട് ഇക്കാര്യത്തില് ഇടപെടാൻ ഉദ്ദേശിക്കുന്നില്ല. പ്രമേയം എഴുതിക്കൊണ്ടുവരാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് കൊണ്ടുവന്നോ ഇല്ലെന്ന് എനിക്കറിഞ്ഞു. പറഞ്ഞിരുന്നത് കുര്യൻ അങ്ങനെയാണ് ഞാൻ പറഞ്ഞേക്കുന്നത്. അദ്ദേഹവുമായി ബന്ധപ്പെട്ട ഇതൊക്കെ പറഞ്ഞിട്ടുള്ളത്. ഞങ്ങള് ഇത് ഒന്ന് ഷൈനിയുടെ ആത്മഹത്യ ചർച്ച ചെയ്തിട്ട് അതിൻ്റെ ഞങ്ങളുടെ ഒരു നിഗമനം അധികൃതരെ അറിയിക്കുക. രണ്ട്, സമൂഹത്തിലെ ആത്മഹത്യ അതെന്തുകൊണ്ടുണ്ടാകുന്നു അതിനെക്കുറിച്ചൊരു ചർച്ച. ഇങ്ങനെ രണ്ട് ഘട്ടമായിട്ടാണ് ഞങ്ങളുടെ ഈ യോഗം. പക്ഷേ ഈ ചർച്ച കൊണ്ട് നമുക്ക് ഒന്നും നേട്ടം ഉണ്ടാവില്ല. കാരണം ശരിയായിട്ടും ഇതിനകത്ത് ഒരു ആക്ഷൻ കൗൺസിൽ ഉണ്ടാക്കുകയോ ഇതിനകത്ത് ഈ പ്രതി നിസ്സാരമായിട്ട് ഈ ഗാർഹിക പീഡനത്തിനുള്ള ശിക്ഷ പോലും കൊടുക്കാതെ അയാൾ ജാമ്യത്തിൽ ഇറങ്ങി പുറത്തേക്ക് വന്നു. KCRMന് അങ്ങനെ ഒരു കാര്യം തീരുമാനിച്ചിട്ടില്ല. ഇതിനെക്കുറിച്ചൊരു ബോധവൽക്കരണം നടത്തുക, അതാണ് പ്രധാനമായിട്ടും ഞങ്ങൾ തീരുമാനിച്ചത്. ഇനി ജനങ്ങളിലേക്കല്ലേ എത്തേണ്ടത്? ഞങ്ങൾ തമ്മിൽ അറിയണമല്ലോ. ഇപ്പൊ തന്നെ ആ ജോണി സാറ് സംസാരിച്ചില്ലേ, അദ്ദേഹം ആത്മഹത്യയുടെ ഒത്തിരി കാരണങ്ങൾ പറഞ്ഞു. എനിക്കതൊന്നും അറിഞ്ഞുകൂടായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള ഷെയറിങ് അതാണ് പ്രധാനമായിട്ട്. ഇതിനെക്കുറിച്ചുള്ള അറിവുകൾ അങ്ങോട്ട് ഷെയർ ചെയ്യുക, അതേ ഉള്ളൂ. പിന്നെ ഇത് കഴിയുന്നതും ഞങ്ങളുടെ തീരുമാനം അധികൃതരിൽ എത്തിക്കുക, അങ്ങനെയും കൂടി ഉണ്ട്. അതിന് ഞങ്ങൾ കമ്മിറ്റി കൂടി ചർച്ച ചെയ്ത് അക്കാര്യങ്ങൾ തീരുമാനിക്കും. ഇത് നിങ്ങളുടെ ആളുടെ സംഘടനയുടെ ഭാഗത്തുനിന്ന് അപ്പം മുഖ്യമന്ത്രിക്കും അല്ലെങ്കിൽ അതുപോലെ IG അതുപോലുള്ള ആൾക്കാരിലേക്ക് ഈ കേസിന്റെ അന്വേഷണം തൃപ്തികരമല്ല എന്ന് നിങ്ങൾ അറിയിക്കുമോ? അതിന് ഞങ്ങൾ കമ്മിറ്റി കൂടി ആലോചിച്ച് തീരുമാനം എടുത്തിട്ട് മിക്കവാറും ആ നടപടി ഉണ്ടാവും. കമ്മിറ്റി ഉണ്ടാവും. കമ്മിറ്റിയിലാണ് ഇതിനൊക്കെ ഒത്തിരി കാലതാമസം വന്നാൽ ഈ പ്രതികളൊക്കെ നിസ്സാരമായിട്ട് രക്ഷപ്പെട്ട് ചിലപ്പം വെളിയിലോട്ട് തന്നെ അങ്ങ് പോവില്ലേ? അതാണ് ഞങ്ങള് ഒരു പരിധി വിട്ട് ഇക്കാര്യത്തില് ഇടപെടാൻ ഉദ്ദേശിക്കുന്നില്ല. ഇതിനെ എങ്ങനെയാണ് ഈ സംഘടന നോക്കിക്കാണുന്നത്? ഈ സംഘടന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷൈനി ഒന്ന് തൊടുപുഴ ഉണ്ടായിരുന്നതാണ്. അവരുടെ കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങളാണ് അവരെ ആത്മഹത്യയിലേക്ക് നയിച്ചത്. ഇവിടെ പറഞ്ഞതിലൊരു കാര്യം, എൻ്റെ കണക്ക്
ഞാൻ മനസ്സിലാക്കുന്നത് 2 കുടുംബത്തിൽ നിന്നും ഷൈനിക്ക് നിഷേധാത്മകമായ നിലപാടുകളുണ്ടായി. ഏറ്റവും കൂടുതലുണ്ടായത് ഭർത്താവിൻ്റെ ഭാഗത്തു നിന്ന്, ഷൈനിയുടെ ഭർത്തൃ വീട്ടുകാരുടെ പീഡനം. ആ പീഡനം സഹിക്കാൻ വയ്യാതെയാണ് ഷൈനി ഇവിടുന്ന് സ്വന്തം വീട്ടിലേക്ക് പോകുന്നത്. ആ സ്വന്തം വീട്ടിൽ ചെന്നിട്ടും ഷൈനിക്ക് സ്വസ്ഥതയുണ്ടായില്ല. അത് 2ാമത്തെ കാര്യം. 3ാമത്തെ കാര്യം, ഭർത്താവിൻ്റെ ഒരു ഫോൺ കോൾ. ആ ഫോൺ കോൾ എന്ന് പറയുന്നത്, നീയൊക്കെ എന്തിനാ ജീവിക്കുന്നത്, ആത്മഹത്യ ചെയ്തു കൂടെ. ആ ഒരു ഫോൺ കോള്, ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഇതെല്ലാം വന്നപ്പോൾ ആ സ്ത്രീക്ക് പിടിച്ചു നിൽക്കാനായില്ല. മക്കളെ, ഇവിടെ ഒരു സുഹൃത്ത് പറഞ്ഞതുപോലെ, മക്കളെ തെരുവിലേക്ക് എറിയാൻ അവർക്ക് മനസ്സ് വന്നില്ല. അവരുടെ ആ വേദന, അതുകൊണ്ടാണ് അവരവർ ജീവിതം അവസാനിപ്പിക്കാം എന്ന് തീരുമാനിച്ചത്. ഞങ്ങളുടെ നിലപാട് അതാണ്. സംഘടനകളൊക്കെ സജീവമായിട്ട് രംഗത്ത് വരുന്നുണ്ട്. രംഗത്ത് വരേണ്ടവർ പലരും രംഗത്ത് വന്നിട്ടില്ല ഇതുവരെ. ഇപ്പൊ ഞാൻ പ്രസിഡന്റുമായിട്ടൊക്കെ ഒരു അഭിമുഖം നടത്തിയായിരുന്നു. ഇപ്പൊ PJ ജോസ് MLA പോലുള്ള ആൾക്കാരൊന്നും ഇപ്പം സജീവമായിട്ട് ഇടപെട്ടിട്ടില്ലേ? ഇതൊക്കെ ഈ സംഘടന അവരെ ഇത് ബോധ്യപ്പെടുത്തേണ്ടതല്ലേ, എന്തുകൊണ്ട് ഇടപെട്ടില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ. രാഷ്ട്രീയമായ ചില നിലപാടുകൾ ഇതിനകത്ത് കാണും. ഇത് ഒരു രാഷ്ട്രീയമായിട്ട് ഞങ്ങൾ ബന്ധപ്പെടാൻ ഉദ്ദേശിക്കുന്നവരല്ല. ഇത് മതപരമായ സംഘടനയാണ് ഞങ്ങളുടെ. കേരള കാത്തലിക് റീഫോർമേഷൻ മൂവ്മെൻറ്റ് സഭാ നവീകരണ പ്രസ്ഥാനമാണ്. സഭാ നവീകരണ പ്രസ്ഥാനത്തിൽ സഭയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഞങ്ങൾ ചർച്ച ചെയ്യുന്നത്. അതിൽ നിന്ന് വിട്ട് ഇങ്ങനെ ഒരു കാര്യം ചർച്ച ചെയ്യാൻ കാരണം, ഇതിന് സഭയുമായി കുറെ ബന്ധമുണ്ട്. കാരണം സഭ നോക്കിയിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു ആത്മഹത്യ ഒഴിവാക്കാമായിരുന്നു. അപ്പോൾ സഭാ നവീകരണ പ്രസ്ഥാനം എന്ന നിലയിൽ ഞങ്ങൾ ഈ സഭയുമായി ബന്ധപ്പെട്ടൊരു കാര്യമാണ്. അതുകൊണ്ട് ഈ വിഷയം ചർച്ച ചെയ്യാം, ഒരു ബോധവൽക്കരണം നടത്താം, ഇതിനെക്കുറിച്ചൊരു ലെറ്റർ തയ്യാറാക്കി അറിയിക്കേണ്ടവർക്ക് അത് അയച്ചു കൊടുക്കാം. KCRMന്റെ നിലപാട് ഇതാണ്. ഇതിന്റെ നടപടി എല്ലാവരും തന്നെ സഭയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവരാണ്. അതെ. അപ്പം ഈ സഭയുടെ അധികാരികളെ എന്തെങ്കിലും രേഖാമൂലം അറിയിക്കാനായിട്ട് ഈ സംഘടന ശ്രമിച്ചിട്ടുണ്ടോ ഇതുവരെ ഇല്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് ഈ വിഷയം ചർച്ചയ്ക്ക് എടുത്തത്. അപ്പൊ ഇതിന്റെ ജനപ്രതിനിധിയാണ് PJ ജോസഫ് MLA പോലുള്ള ആൾക്കാരൊക്കെ. അപ്പൊ അദ്ദേഹം ഇടപെടേണ്ടതാണ്. കാരണം ഇതുവരെയും അങ്ങനെ ഒരു സംവിധാനം ഇവിടെ കാണുന്നില്ല. ഇത് വലിയൊരു പ്രശ്നവുമായി മാറുന്നതാണ്. ഇപ്പൊ UK ട്രസ്റ്റ് ഇതിന് സഹായം ചെയ്തതിനെ പറ്റി സാർ എന്താ നോക്കി കാണുന്നത്? ഇപ്പൊ ഷൈനിയുടെ കടമടച്ചല്ലോ അവര്. അപ്പൊ അതിനെ എന്താണ് എങ്ങനെ സാർ വിലയിരുത്തുന്നത്? ഷൈനിയുടെ കടമടച്ചതിനെ പറ്റി ഒരു വിലയിരുത്തൽ നടത്താൻ ഞാൻ ആളല്ല. അത് ഒരു പക്ഷേ ഈ പറയുന്ന വീട്ടുകാരുമായി ബന്ധപ്പെട്ട ആരെങ്കിലും നടത്തിയ ചില കാര്യങ്ങളായിരിക്കും. അതുകൊണ്ട് അത് ഷൈനിയായിട്ട് ബന്ധപ്പെട്ടാണോ എന്നെനിക്ക് അറിഞ്ഞുകൂടാ. അത് വീട്ടുകാരെ സംരക്ഷിക്കാൻ വേണ്ടി ഉള്ള ഒരു നടപടി എന്നേ ഞാൻ മനസ്സിലാക്കും. ഈ പൈസ അടച്ചതോടുകൂടി അതങ്ങ് തണുത്തു പോവുക ചെയ്യുന്നു. ഇതിനെ എങ്ങനെ ഈ സംഘടന നോക്കിക്കാണും? അപ്പൊ ഈ പൈസ അടച്ചത് ഇതൊന്ന് മയപ്പെടുത്താൻ വേണ്ടി ചെയ്ത ഒരു പണി എന്നേ മനസ്സിലാക്കുന്നുള്ളൂ. അതായത് കുടുംബകാര്യങ്ങളിൽ പുരോഹിതര്, ഇടവക വികാരിമാര് ഇടപെടണം. അവരുടെ ഈ മാനസിക പ്രശ്നങ്ങൾ അത് പരിഹരിക്കാൻ സഭാ നേതൃത്വത്തിന് ബാധ്യതയുണ്ട്. ജോലിയില്ലാതെ ഇങ്ങനെ അലഞ്ഞ് ജീവിതം വഴിമുട്ടി നിൽക്കുന്നവരെ ജോലി കൊടുത്ത് സഹായിക്കുക, മറ്റേതെങ്കിലും വിധത്തിൽ സഹായിക്കേണ്ട ബാധ്യതയുണ്ട്. അങ്ങനെ സഹായിച്ചിരുന്നെങ്കിൽ ഈ ആത്മഹത്യ ഒഴിവാക്കാമായിരുന്നു. ആ സ്കൂളിലെ ടീച്ചറിൻ്റെ ആത്മഹത്യ ഒഴിവാക്കാമായിരുന്നു. പല ആത്മഹത്യകളും സഭാ നേതൃത്വം നോക്കിയാൽ ഒഴിവാക്കാൻ കഴിയും. അതിന് സഭാ നേതൃത്വം മുമ്പോട്ട് വരണം ഇനിയെങ്കിലും. അതാണ് KCRMന് പറയാനുള്ളത്. കേരള കാത്തലിക് റീഫോർമേഷൻ മൂവ്മെന്റ്. ഞാൻ പ്രസിഡന്റോ സെക്രട്ടറിയോ അങ്ങനെയൊന്നുമല്ല. ഞാൻ ഉപദേശക സമിതിയുണ്ട്, ഒരു 3 പേര് പ്രായമായവർ. ആ ഉപദേശക സമിതിയിൽപ്പെട്ട ഒരാൾ മാത്രമാണ്. അധ്യാപകനായിരുന്നു, റിട്ടയർഡ്. അതെ, റിട്ടയർഡ് അധ്യാപകനാണ്. എൻ്റെ പേര് ജോസഫ് കാലായിൽ. എൻ്റെ വീട് വാഴക്കുളത്താണ്. ഈ സംഘടനയുമായി ബന്ധപ്പെട്ട് ഞാൻ ഇതിനകം ഒരു 6 പുസ്തകങ്ങൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഇവിടെ വച്ചിട്ടുണ്ട്. ആവശ്യക്കാർക്ക് അത് എടുക്കാം, വായിക്കാം.
കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടണും അമർത്തുക.